ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ചെപ്പോക്കിൽ ഇന്ന് സിംബാബ്വെക്കെതിരെ ഇന്ത്യക്ക് വേണ്ടി ബാറ്റിങ്ങിന് ഇറങ്ങിയവരെല്ലാം രണ്ടക്കം കടന്ന പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. സഞ്ജു സാംസൺ 24, അഭിഷേക് ശർമ്മ 50, ഇഷാൻ കിഷൻ 38, ഹർദിക് പാണ്ഡ്യ 50, സൂര്യകുമാർ യാദവ് 33, തിലക് വർമ്മ 46. 4 വിക്കറ്റ് നഷ്ടത്തിൽ 256. ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ആ പ്രതാപം വീണ്ടെടുക്കാൻ കഴിഞ്ഞ മത്സരമായിരുന്നു സിംബാബ്വെക്കെതിരെ ഇന്ന് നടന്ന മത്സരം. നല്ലൊരു തുടക്കം തന്നെ സഞ്ജു അഭിഷേക് കൂട്ടുകെട്ടിലൂടെ നേടിയെടുക്കാനും അത് തുടർന്നു കൊണ്ടുപോകാൻ മറ്റുള്ള ബാറ്റർമാർക്കും കഴിഞ്ഞു എന്നതാണ് ഇന്നത്തെ മത്സരത്തിൻ്റെ പ്രത്യേകത. ഈയൊരു തുടക്കവും അതിൻ്റെ തുടർച്ചയും കിട്ടിക്കഴിഞ്ഞാൽ ഇനിയുള്ള മത്സരങ്ങൾ ഇന്ത്യക്ക് എളുപ്പമാകും. ഇനി റൺ റേറ്റിൻ്റെ ഭയമില്ലാതെ തന്നെ വെസ്റ്റ് ഇൻഡീസിനെ നേരിടാനും ഇന്ത്യക്ക് കഴിയുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇന്ത്യ ഉയർത്തിയ 256 എന്ന സ്കോറിനെ മറികടക്കാനെത്തിയ സിംബാബ്വെക്ക് 72 റൺസിൻ്റെ പരാജയം. സിംബാബ്വെയുടെ തുടക്കം പതുക്കെയായിരുന്നു എങ്കിലും ബ്രയാൻ ബെന്നറ്റിൻ്റെ പോരാട്ടം 184 എന്ന സ്കോറിലേക്ക് സിംബാബ്വെയെ എത്തിച്ചു. 59 പന്തുകളിൽ 97 റൺസോടെ സെഞ്ചുറിക്കരികെ പുറത്താകാതെ നിന്നു ബ്രയാൻ ബെന്നറ്റ്. ഇന്ത്യക്ക് ഇതിലും വലിയൊരു മാർജിനിൽ ജയിക്കാമായിരുന്നു. പക്ഷേ ശിവം ദൂബെയുടെ 2 ഓവറുകളാണ് അതിന് തടസ്സം സൃഷ്ടിച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു. 2 ഓവർ ബൗൾ ചെയ്ത് ശിവം ദൂബെ വിട്ടുകൊടുത്തത് 46 റൺസ്. ഒരു വിക്കറ്റ് നേടാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് ശിവം ദൂബെക്ക് ആശ്വാസം. പ്ലേയിങ് 11-ൽ തിരിച്ചെത്തിയ സഞ്ജുവും അക്സർ പട്ടേലും നല്ലൊരു പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത്. സഞ്ജു നല്ലൊരു തുടക്കം ടീമിന് നൽകുന്നു. അക്സർ പട്ടേൽ 4 ഓവർ ബൗൾ ചെയ്ത് വെറും 35 റൺസ് മാത്രം വിട്ടുകൊടുത്തൊരു വിക്കറ്റ് നേടി. വരുൺ ചക്രവർത്തിയും 35 റൺസ് വിട്ടുകൊടുത്ത് 4 ഓവറിൽ ഒരു വിക്കറ്റ് നേടി. ബൗളിങ്ങിൽ മികച്ചു നിന്നത് അർഷദീപ് സിംഗ് ആയിരുന്നു. 4 ഓവറിൽ വെറും 24 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. ഹർദിക് പാണ്ഡ്യ, ബുംറ ഇരുവരും 3 ഓവറുകൾ എറിഞ്ഞു. 21 റൺസ് വഴങ്ങി വിക്കറ്റൊന്നും നേടാനായില്ല. ഇന്ത്യക്ക് ഇനി സമ്മർദ്ദമില്ലാതെ തന്നെ വെസ്റ്റ് ഇൻഡീസിനെ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ നേരിടാം. കൊൽക്കത്തയുടെ ഈഡൻ ഗാർഡനിൽ വെസ്റ്റ് ഇൻഡീസിനെയും മറികടന്നുകൊണ്ട് സെമി ഫൈനലിലേക്ക് മുന്നേറാം. അതിനുള്ള കരുത്ത് ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യ ആർജിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ബൗളിങ്ങിലെ ചില പോരായ്മകൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വരുൺ ചക്രവർത്തി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 4 ഓവറിൽ വിട്ടുകൊടുത്തത് 47 റൺസായിരുന്നു. ഒരു വിക്കറ്റ് മാത്രമാണ് നേടിയത്. ഇന്ന് 35 റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് മാത്രമാണ് നേടിയത്. വരുൺ ചക്രവർത്തിയുടെ കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നത് ഇന്ത്യയുടെ കീ ബൗളർ ഒരുപക്ഷെ ബുംറയെക്കാളും വിശ്വസിക്കുന്നത് വരുൺ ചക്രവർത്തിയെയാണ്. വരുൺ ചക്രവർത്തി റൺസ് വഴങ്ങിയാൽ അത് ഇന്ത്യക്ക് ക്ഷീണം തന്നെയാണ്. ബാറ്റിംഗ് കരുത്ത് ഇന്ത്യക്ക് തിരിച്ചെത്തിയ ദിവസമായിരുന്നു ഇന്ന്. ഇനിയുള്ള മത്സരങ്ങളിലും അത് ആവർത്തിക്കാൻ കഴിയട്ടെ. അതുപോലെ ബൗളിംഗ് കരുത്തും ഒന്നുകൂടി തിരിച്ചെത്തേണ്ടതുണ്ട്. കാരണം ഇനി നേരിടേണ്ടത് വെസ്റ്റ് ഇൻഡീസിനെയാണ്. വെസ്റ്റ് ഇൻഡീസ് ഇന്ന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ പരാജയപ്പെട്ടെങ്കിലും ഈ ലോകകപ്പിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ചൊരു ടീമാണ്. ലോകകപ്പ് തുടങ്ങും മുന്നേ ഛിന്ന ഭിന്നമായി കടന്നിരുന്ന വെസ്റ്റ് ഇൻഡീസ് ചില കലാകാരന്മാരെ കുറിച്ച് പറയും പോലെ തട്ടേൽ കയറിയാൽ മട്ടുമാറുമെന്ന് പറഞ്ഞതുപോലെയായിരുന്നു വെസ്റ്റ് ഇൻഡീസിൻ്റെ പ്രകടനം. വേൾഡ് കപ്പ് വേദിയിലെത്തിയപ്പോൾ അത്യുജ്വല പ്രകടനമാണ് കാഴ്ചവെച്ചത്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മാത്രമാണ് പരാജയപ്പെട്ടത്. അതുകൊണ്ടുതന്നെ സൂക്ഷിക്കണം വെസ്റ്റ് ഇൻഡീസിനെ. വെസ്റ്റ് ഇൻഡീസ് എന്ന ആ കടമ്പ കൂടി കടന്നാൽ മാത്രമാണ് ഇന്ത്യക്ക് സെമി എന്ന സ്വപ്നം സാധ്യമാവുക. സെമിയും കടന്ന് ഫൈനലിൽ ചാമ്പ്യന്മാരാവണം ഇന്ത്യ എന്നതാണ് ഇന്ത്യൻ ആരാധകർ ആഗ്രഹിക്കുന്നത്. ആ ആരാധകരുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ ഇന്ത്യൻ ടീമിനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് അടുത്ത ക്രിക്കറ്റ് വിശേഷങ്ങളുമായി വീണ്ടും എത്തും. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.